ഹായ് ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമുക്ക് 20 രൂപയുടെ സീഡിൻ്റെ വീഡിയോ ആണ് കേട്ടോ വന്നേക്കുന്നത്. ഭയങ്കര ആവശ്യക്കാരാണ് കേട്ടോ, ഒരുപാട് സന്തോഷം. കാരണം കുറഞ്ഞ വിലയിൽ സീഡ് കൊടുക്കുക എന്ന് പറയുമ്പോൾ തന്നെ അത് എല്ലാവർക്കും ഒരു ഗുണകരമാണ് കേട്ടോ. കാരണം നമ്മളൊരു ഭയങ്കര ഒരു നഴ്സറിയിലേക്കല്ല നമുക്ക് എല്ലാവർക്കും വേണ്ടത്, നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് വേണ്ട സീഡുകളല്ലേ. അപ്പോൾ നമുക്കും കുറഞ്ഞ വിലയിൽ അത് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരെണ്ണം സീഡ് കിട്ടുന്നത് തന്നെയാണ് നമുക്കും എപ്പോഴും നല്ലത് തന്നെ. അല്ലാതെ 100-200 സീഡൊക്കെ നമുക്കൊരു വീട്ടിലുള്ള ഒരാളുടെയിലേക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് കുറച്ചാൾ വെച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ജെർമിനേഷനും കുറയും. 100-200 പാകി കഴിഞ്ഞ് കഴിയുമ്പോൾ അത് നമുക്ക് കൺട്രോൾ ചെയ്യാനും പറ്റില്ല എന്നുള്ളൊരവസ്ഥയെ. പക്ഷേ 10-20-30 സീഡ് കിട്ടുവാണെങ്കിൽ നമുക്കത് സെറ്റ് ചെയ്യാനും പറ്റും. അതിൻ്റെ കാര്യങ്ങൾ നോക്കാനും വെള്ളത്തിൻ്റെ കാര്യം നോക്കാനും എല്ലാം നല്ല രീതിയിൽ കഴിയുന്നുണ്ട് കേട്ടോ. അപ്പം അതുകൊണ്ട് നമുക്ക് ഏതെടുത്താലും 20 രൂപ എന്നുള്ള സീഡാണ് വന്നിട്ടത്. എല്ലാം 20 അല്ല കേട്ടോ, അതൊന്ന് എടുത്ത് പറയട്ടെ. എങ്കിലും എല്ലാം കുറഞ്ഞ വിലയിൽ തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത്. അപ്പോൾ എല്ലാ തവണത്തെയും പോലെ തന്നെ നമ്മുടെ സീഡിൻ്റെ റേറ്റും എത്ര സീഡാണ് എന്നുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിത് വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സീഡ് പാകുന്നവർക്ക് എങ്ങനെ വേണമെങ്കിലും പാകാം. ഞാൻ പൊതുവേ പാകുന്നത് ചകിരിച്ചോറിലും മണ്ണിൽ പാകിയാലും എനിക്ക് ജെർമിനേഷൻ കിട്ടാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ എംസാൻഡിൽ പാകിയാലും നല്ല ജെർമിനേഷൻ കിട്ടാറുണ്ട്. എംസാൻഡിൻ്റെ അകത്ത് പാകുമ്പോൾ എംസാൻഡ് ഒരു 2-3-4 തവണ കഴുകി എടുക്കണം കേട്ടോ. മണലാണെങ്കിലും അങ്ങനെ തന്നെയാണ്, 3-4 ആവർത്തി കഴുകി എടുത്തിട്ട് വേണം പാകാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ മഴയൊക്കെ നനഞ്ഞ് കിടക്കുന്ന മണൽ അല്ലെങ്കിൽ എംസാൻഡൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. അല്ലാത്തതൊക്കെ ആണെങ്കിൽ നമ്മളൊന്ന് കഴുകി എടുത്തിട്ട് വേണേ 5-8 തവണയൊന്ന് ഒരു 4-5 തവണ 3-4 തവണയെങ്കിലും എന്തായാലും കഴുകണം കേട്ടോ. കഴുകി എടുത്തിട്ട് വേണേ നമുക്ക് അതിൻ്റെ അകത്ത് നമ്മൾ പാകാൻ വേണ്ടിയിട്ടായിട്ട് കഴുകി എടുത്തിട്ട് അത്രയും വെള്ളത്തിൽ പാകണ്ട കേട്ടോ. കുറച്ച് അത്യാവശ്യം ഒരു വെള്ളമൊക്കെ ഒന്ന് തോർന്ന് കഴിഞ്ഞിട്ട് നമ്മൾ സീഡ് പാകിയാൽ മതി. നമ്മളെപ്പോഴും സീഡ് പാകുമ്പോൾ ഉണ്ടല്ലോ, വെള്ളം കൂടിയാലും കുഴപ്പമാണ്, വെള്ളം കുറഞ്ഞാലും നമ്മുടെ വിത്തുകൾക്ക് കുഴപ്പമാണ് കേട്ടോ. അതിപ്പോൾ 2 പരുവത്തിലായാലും അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ സീഡ്. 20 രൂപയുടെ റേറ്റിൽ വരുന്ന സീഡെല്ലാം ഇതാണ് കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇനി 20 രൂപയിൽ കൂടുതൽ വരുന്ന കുറച്ച് വിത്തുകളുണ്ട് കേട്ടോ. നമ്മുടെ റെഡ് പെറ്റൂണിയ എല്ലാ കാര്യങ്ങളും, അതുപോലെ ബ്ലാക്ക് പെറ്റൂണിയ ഒക്കെ നമുക്ക് വരുന്നുണ്ട്. ബ്ലാക്ക് പെറ്റൂണിയ നമുക്ക് ആദ്യമായിട്ടാണ് കേട്ടോ നമുക്ക് ചാനലിൽ സെയിലിന് സീഡ് വരുന്നത്. അപ്പോൾ അതിൻ്റെ റേറ്റ്, കാരണം ഇനി നമ്മളിപ്പോൾ കാണിച്ചതല്ല 20 രൂപയുടെ സീഡിൻ്റെ റേറ്റാണ് നമ്മൾ ആദ്യം ഇപ്പോൾ കാണിച്ചത്. അപ്പോൾ ഇനി 20 രൂപയ്ക്ക് കൂടുതൽ വരുന്നതെല്ലാം ഇതാണ് കേട്ടോ. എല്ലാം കൃത്യമായിട്ട് സീഡിൻ്റെ എണ്ണവും റേറ്റും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിൻ്റെയും കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ പറയാത്തത്. അപ്പോൾ താല്പര്യമുള്ളവർ എല്ലാവരും വാങ്ങുക. വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ എത്രയോളം ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലും കൂടി ഇത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ടാക്കണേ. അതുപോലെ നമുക്ക് റെഡ് പെറ്റൂണിയ, യെല്ലോ പെറ്റൂണിയ, ബ്ലാക്ക് പെറ്റൂണിയ അതെല്ലാം ഒഴികെ ബാക്കിയൊക്കെ നമുക്ക് മിക്സ്ഡ് സീഡാണ് കേട്ടോ വരുന്നത്. നമ്മുടെ ഡാലിയ, കോസ്മോസ്, സീനിയ ഇതെല്ലാം മിക്സ്ഡ് ആണ് കേട്ടോ. പെറ്റൂണിയ, റെഡ്, നമ്മൾ സ്റ്റാർ അതൊക്കെ നമ്മൾ സെപ്പറേറ്റ് പറഞ്ഞിട്ടുണ്ടല്ലോ, ബാക്കിയൊക്കെ മിക്സ്ഡ് ആണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ സൂസൻ്റെ പ്ലാന്റ് ആ ഒരു കളർ മാത്രമേ ഉള്ളൂ, യെല്ലോ മാത്രമാണ് കേട്ടോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. ബാക്കി നമുക്ക് നിലവിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടില്ല. അതുകൊണ്ട് വീഡിയോയിലത് കൂട്ടിച്ചേർത്ത് പറയുകയാണ് കേട്ടോ. കൂടുതലും മിക്സ്ഡ് തന്നെയാണ്. നമ്മൾ വീഡിയോയിൽ കളർ എടുത്ത് പറഞ്ഞത് ഒഴികെ ബാക്കിയെല്ലാം മിക്സ്ഡ് സീഡുകളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നേക്കുന്നത്. ഈ റേറ്റ് കൂടാതെ നമുക്ക് 30 രൂപ പോസ്റ്റൽ ചാർജും കൂടെ എക്സ്ട്രാ വരുന്നതാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ, തീരുവാണ്. പിന്നെ നാളെ കാണാം.